ദൈവമേ, അവനെ വഴുതിച്ചവനായ ശേഷം തള്ളിക്കളയാതെ സർവ്വലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ചു. അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞിരിക്കുന്ന ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളത് നിൽക്കുന്ന ആ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ പിതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാകുകയും നല്ലവരുടെയും ദുഷ്ടന്മാരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാ പ്രകാശത്തിന്റെ കൂടാരങ്ങൾ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയാകുന്നു എന്ന ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസായേറ്റവനും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനുമായ ഇവൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഇവൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഈ നിന്റെ ദാസന്റെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരമായി പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സലിവുള്ള ദൈവമേ, ഈ ദാസന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഈ ദാസന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബോധത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായി നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലങ്കൈ കൊണ്ട് വിശുദ്ധമായ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനം പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലിയ നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ നീ പ്രിയപ്പെട്ടവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവനെ നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുമുള്ള പുറപ്പാടിനൊരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങൾ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതിയും സ്തോത്രം കരേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുകുൽ സുബാലവൽമേൻ. ആത്മാവ് ശരീരത്തോട് പറയുന്നത് എന്തെന്നാൽ, സഹോദരനും പ്രിയപ്പെട്ടവനുമേ, നീ സമാധാനത്തോടെ പാർക്കാം. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് സന്തോഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. പുനരുത്ഥാന ദിവസത്തിൽ ഞാൻ ഇനിയും നിന്നെ കാണുമെന്നും കർത്താവിൽ എനിക്ക് പ്രത്യാശയുണ്ട്. മശിഹ രാജാവിന്റെ എഴുന്നള്ളത്തിങ്കിലും പ്രധാന ദൂതന്മാരുടെ കാഹളത്തിങ്കിലും കബറുകളും പാറകളും പിളരുന്നു. സകല വിശുദ്ധന്മാരും മണവാളനോട് കൂടി മണിയറയിൽ പ്രവേശിക്കേണ്ടതിന് ഉയർന്നേറ്റു തങ്ങളെ ദീപേക്ഷികളെ തെളിക്കുന്നു. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരിക്കുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാളും മരിക്കയില്ലെന്നും അരുളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ ദൈവമേ,
നിന്നുള്ള വിശ്വാസത്താലും ഭയഭക്തിയാലും ഈ ആയുസിനെ വിട്ടുപിരിഞ്ഞ നിന്റെ ദാസനായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവെ, അവരോടുകൂടെ ഞങ്ങൾ നിന്റെ സ്വർഗാരാജ്യത്തിന്റെ അനുഭവിക്കുന്നവരായി തീരുവാൻ വണ്ണം അവരുടെ നല്ല അധിഷ്ഠാനങ്ങളെ പിന്തുടരുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്ക് നിന്റെ ഏകപുത്രനും പശുവായിക്കും സ്തുതി സ്തോത്രം കയറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ആമേൻ. എന്റെ സഹോദരരെ, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുവീൻ. ഇന്നു വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇത് ഓർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നു എന്നും പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവിൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഓ മരിച്ചവരെ, പുനർജീവൻ അടുത്തല്ലോ. ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോൻ ദേഹത്തെ ഉയർപ്പിച്ച പ്രവൃത്തിക്കൊത്തപ്പോൾ നീതിയായി ഫലമേകും. മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ. പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമേ സുതരെ, നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാം അടിയാരെയും ഉയർപ്പിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചൊരു പ്രധാനം ഇല്ല എന്നും നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചൊരു പ്രധാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല ഇല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. മരിച്ച ഉയർത്തെഴുന്നേൽക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉറപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ ഉയർപ്പിച്ചെന്ന ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ച ഉയർത്തെഴുന്നേൽക്കുക എങ്കിൽ ക്രിസ്തു ഉയർത്തിയിട്ടില്ല. ക്രിസ്തു ഉയർത്തിയിട്ടില്ല എങ്കിലോ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പാപങ്ങൾ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവരും നശിച്ചുപോയി. നാം ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരും അഷ്ടന്മാരത്രേ. തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കും ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, അവിടുന്ന് അനാദിയായും ശാശ്വതമായ ദൈവമായിരിക്കാൻ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹീത ആയുസ്സിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ആയുസ് നൽകിയ ഉടയവനോട് ചേർന്ന് ആയുസ് ഫലകരമായി വിനിയോഗിക്കുവാൻ ഞങ്ങളെ അവിടെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ലോകത്തിൽ വ്യക്തമായ ഉദ്ദേശത്തോടും നിയോഗത്തോടും കൂടെ ഞങ്ങളെ അവിടെ ആക്കി വെച്ചിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ നിയോഗം പൂർത്തിയാക്കുവാൻ ഞങ്ങളെ അവിടെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശിഷ്യാൽ വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയഭാവനത്തെ അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പ്രിയമകനെ എത്രത്തോളം കർത്താവ് സഹായിച്ചല്ലോ. കർത്താവെ, 58 സംവത്സരക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം ദൈവദാസനെ അവിടെ ശക്തീകരിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ കൂടെ കർത്താവെ യാത്ര ചെയ്തു. പലവിധമായ അനുഭവങ്ങളുടെ കർത്താവിന്റെ കൃപയാൽ സാന്നിധ്യത്താൽ നിറച്ചവിടുന്ന് പ്രിയമാൻ യാത്ര ചെയ്യാൻ തക്കവണ്ണം സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇത്രത്തോളം അവിടുന്ന് വഴി നടത്തിയില്ല. എന്നാൽ കർത്താവെ, തന്റെ നിയോഗം പൂർണ്ണമായതിനു ശേഷം കർത്താവെ അവിടുത്തെ സന്നിധിയിലേക്ക് അവിടെ തിരികെ വിളിച്ചിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. പ്രിയമായ അനുഗ്രഹീത ജീവിതത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. അയ്യോബിനെ പോലെ വീണ്ടും പറയുവാൻ തക്കോണം. യഹോവ തന്നു, യഹോവ എടുത്ത്, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയുവാൻ തക്കോണം. പ്രിയമായ ജീവിതത്തെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം കരയേറ്റുവാൻ പ്രിയ മക്കളെ ഒന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയമകളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. 34 വർഷക്കാലമായ കർത്താവെ, നമ്മൾക്ക് ഒരുമിച്ച് കുടുംബജീവൻ നയിക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. പിന്നിട്ട വഴികളിലെല്ലാം തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ കൂടെ ഇരുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കുടുംബജീവിതത്തിൽ കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. വിളിച്ചു ചേർന്ന നാൾ മുതൽ ഇന്ന് വരെയും
മക്കളെ നടത്തിയതിനായി സ്തോത്രം. അനുഭവിച്ച ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. എന്നാൽ കർത്താവെ അവിടുന്ന് വിളിച്ചപ്പോൾ കർത്താവെ അവിടുത്തെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോയത് ഓർത്തുകൊണ്ട് കർത്താവെ നിരാശപ്പെട്ടു പോകാതെ കർത്താവെ ഇതിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദാസന്റെ ജീവിതത്തെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ തീർന്നു പോകുന്ന നല്ല മനുഷ്യന്റെ ജീവിതം എന്നുള്ള വലിയ പ്രത്യാശ, ഉറപ്പ് തിരുവചനത്തിലൂടെ നിങ്ങൾക്ക് തരുമ്പോൾ ആ പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം കർത്താവയോട് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശാരീരികമായ പ്രയാസങ്ങളുടെ മധ്യത്തിലൂടെ യാത്ര ചെയ്തപ്പോൾ നീ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ദൈവങ്ങളെ അതിനൊക്കെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ശക്തീകരിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ അവിടുന്ന് ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. തുടർന്ന് നല്ല പിതാവായി നല്ല ധോരണായ ദൈവത്തിന്റെ സാന്നിധ്യം പ്രേമങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദാവീദ് പറഞ്ഞതുപോലെ ഇനി ഒരിക്കലും ഈ ലോകത്തിൽ കാണുവാൻ കൂടെ സാധ്യമല്ല, എങ്കിലും കർത്താവെ ഞങ്ങൾക്ക് വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശയാൽ ആ പ്രത്യാശ പ്രിയമകളുടെ ഹൃദയത്തിൽ, കുടുംബാംഗങ്ങളുടെ ഹൃദയത്തിൽ അവിടെ നൽകി അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനെ പ്രത്യാശയോടെ സമാധാനത്തോടെ യാത്രയാക്കുവാൻ തക്കോണം നിന്റെ മക്കളെ അവിടുന്ന് ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി കൊടുത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. പിതാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടെങ്കിലും നല്ല പിതാവായി സ്വർഗത്തിലെ അപ്പന്റെ സാന്നിധ്യം പ്രിയമക്കളോട് കൂടെ ഇരുന്ന് തുടർന്നുള്ള ജീവിതത്തിന്റെ വഴികളിൽ അവിടുന്ന് വഴികാട്ടിയായി നടത്തിപ്പുകാരനായി കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയില്ലാത്തവരെ പോലെ ആകുവാൻ കൊണ്ടല്ല കർത്താവേ, പിന്നെയോ ഞങ്ങൾക്ക് ഒരു വിടയവനുണ്ടെന്നുള്ള വലിയ പ്രത്യാശയിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ വൈഷമ്യ ഘട്ടങ്ങളിൽ, പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിൽ, നിരാശയുടെ വേർപാടിന്റെ അനുഭവങ്ങളിൽ തകർന്നു പോകാതെ ദൈവികമായ സമാധാനം കൊണ്ട് നിറഞ്ഞ് മുന്നോട്ട് പോകുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് തരുന്ന സമാധാനം നിത്യമായ സമാധാനം. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിച്ചു പോകുന്നു, അത് ലോകം തരുന്ന പോലെ അല്ല എന്ന് വാഗ്ദത്തം ചെയ്തവനായ കർത്താവെ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് മക്കളെ ഹൃദയങ്ങളെ അവിടെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ ആശ്വാസത്താൽ നിറയ്ക്കണം. വചനം പറയുന്നു, അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാകുന്നു. ആ വലിയ ആശ്വാസം നിന്റെ മക്കളെ ഹൃദയങ്ങൾ മേലോട് വ്യാപരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയമകളിലൂടെ ലഭിച്ച എല്ലാ ശ്രേഷ്ഠ അനുഗ്രഹങ്ങൾക്കായി എല്ലാത്തിനുമായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വേദനകളില്ലാത്ത, ഭാരങ്ങളില്ലാത്ത, രോഗങ്ങളില്ലാത്ത അവിടുത്തെ നിത്യഭവനത്തിലേക്ക്, നിത്യരാജ്യത്തിലേക്ക് പ്രിയമായി എത്തിച്ചേർന്നിരിക്കുന്നു നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവേ, ആ വലിയ പ്രത്യാശയിൽ പിതാവിനെ പ്രത്യാശയോടെ യാത്ര ആക്കുവാൻ തക്കോണം നിന്റെ മക്കളെ തുടർന്നും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധുമിത്രാദികളെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചാർച്ചക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ആശ്വാസത്താൽ അവിടെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള കഥാവെ ശുശ്രൂഷകൻ കഥാവിന്റെ സാന്നിധ്യവും അനുഗ്രഹങ്ങളും കൂടെ ഇരിക്കുമാറാകണം. ഏറ്റവും ഭംഗിയായി കഥാവെ പ്രിയ പിതാവിനെ യാത്രയാക്കുവാൻ തക്കോണം സഹായിച്ചാട്ടെ. കാലാവസ്ഥയ്ക്ക് അനുകൂലമാക്കി തീർക്കണം. മാനമോഹത്തോടെ തന്നെ എടുത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുമാറാകണം. സ്വർഗീയ പിതാവേ, ആമേൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം, ദൈവത്തെ തന്റെ പുത്രൻ നമ്മുടെ രക്ഷിതാവായ യേശുമിശിഹായെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളോട് കൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്ക് നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ഒന്നാം ഭാഗം ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ഭൗതിക ശരീരം ദേവാലയത്തിലേക്ക് കൊണ്ടുപോകും.
തോമസ് കുര്യനേശൻ കല്ലമ്പുറം വികാരിയായിരിക്കണം. തോമസ് കുര്യനേശൻ പോലെ പ്രാർത്ഥിക്കും. പിതാവിന്റെ പുത്രനും പരിശുദ്ധമുള്ള ക്രിസ്തുയേശുവിനെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാണ് ദൈവമേ. പ്രാർത്ഥിപ്പാനോട് നൽകിയ അവസരത്തിനായി നദിയോടെ സ്തോത്രം ചെയ്തു. പ്രത്യേകിച്ച് കർത്താവെ കഷ്ടതകളും വിരോധവാസവും അവസാനിപ്പിച്ച് അവിടെ സന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന പ്രിയദാസന്റെ ആത്മാവ് ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തന്റെ ജീവിതകാലത്തായിരിക്കുമ്പോൾ അറിഞ്ഞു കൂടാതെ ദൈവം ചെയ്തു പോയ തെറ്റുകളൊന്നും തന്നെ അസ്വർഗീയമായി ഞങ്ങളുടെ പാപങ്ങൾ കടിച്ചു ഒപ്പായിരുന്നു പ്രത്യേകമായിട്ട് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മാത്രമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിൽ കുടുംബാംഗങ്ങളെ ഓർത്തുള്ള പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെടുത്താതെ പോകുമ്പോൾ ലോകപരമാകുന്ന നാളാം അങ്ങനെ നാമത്തെ വരെങ്കിൽ സ്വൻപുരത്തെ വരുന്ന മാലാകന്മാരുടെ കൂട്ടത്തിലെ
ഈ ദാസനെ ഞങ്ങൾ ഉയർത്തേൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് 2-3 അവസരം വിശ്വാസം ആശിസ്ഥാൻ ശക്തീകരിക്കണമെന്ന് നല്ല നല്ല ചിന്തകളും വേറെയുള്ളൊക്കെ കൂട്ടായിരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ മക്കളെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു. വിഷ്ണു കുടുംബത്തെ ഓർക്കുന്നു. തിരുവനന്തപുരത്തേക്ക് പുസ്തകം കടന്നുപോയത് എല്ലാ സാധിച്ച ഇവിടെ ഉണ്ടായെങ്കിലും പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കണം എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതെല്ലാവരും ഓർക്കുന്നു. സഹോദര സഹോദരിമാരെ ഓർക്കുന്നു. അതിന് അഭിഷിതനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ വാഴ്ച അനുഗ്രഹിക്കണമേ. നമ്മുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. കാലാവസ്ഥ യാചിക്കുന്ന കൃപയുണ്ടായി കേൾക്കുമാറാകണം. രണ്ടാക്കി വെച്ചോ. പിന്നെ ചാർജർ എടുത്തുണ്ട് അവിടെ നമുക്കിതിൽ കുത്താം. കണക്റ്റാക്കി കമ്പ്യൂട്ടർ മറ്റേ സാധനം എടുക്കണം. അടിക്കണം. അടിച്ചിട്ട് കാര്യമില്ല. ഇന്റർനെറ്റ് കേബിൾ ഇല്ല നമ്മളിൽ. റെക്കോർഡ് കിട്ടുന്നില്ല. വൈഫൈ യൂസ് കമ്പ്യൂട്ടർ എടുക്കാൻ പറ്റും. തീർന്നില്ല കുറേ നേരം എല്ലാം ഇല്ല. കമ്പ്യൂട്ടറും പിന്നെ മറ്റേ ബോക്സും Hey,
നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും കത്തൻ പേർക്കുരാപ്പകരധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ തൻ സ്നേഹത്തെ പാർത്തരത്തിലെന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ പാർത്തലേ രക്ഷപ്പെട്ടോരക്കേറെ കൂടിയാകാശി പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ഇപ്പോൾ ഇടവയ്ക്ക് വേണ്ടി അനുശോചനം അറിയിക്കുവാനായി ഇടവക ട്രസ്റ്റി ബഹുമാനപ്പെട്ട മണി ഗോയി പി. പറയുകയാണെങ്കിൽ ഞങ്ങൾ സമപ്രായക്കാരാണ്. ഒരേ പ്രായത്തിൽ ഞങ്ങൾ ഈ ഇടവകയിലെ പല കാര്യങ്ങളിലും പങ്കെടുക്കുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോട് കൂടെ സഹകരിച്ച് പ്രവർത്തിച്ചു. കർത്താവ് എത്രത്തോളം ഞങ്ങളോട് കൂടെ അവന് വഴി നടത്തി. അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോകത്ത് തന്ന പ്രവൃത്തി കഴിഞ്ഞ ശേഷം ദൈവം തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. എല്ലാ ആത്മീയ കാര്യങ്ങളൊക്കെ ഈ പ്രായം അസുഖ സമയത്തും എല്ലാ ഞായറാഴ്ചയും കുർബാന ഞായറാഴ്ചകളിൽ പള്ളി വന്ന് പള്ളിയുടെ കുർബാന കൈക്കൊണ്ട് ഇരുന്ന വ്യക്തിയാണ്. അതിനൊന്നും ഒരു മുടക്കം കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ദിനമാന സന്നിധിയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അതിനെല്ലാം നല്ലൊരു പൊരുതി എന്ന് ഉറപ്പ് പറയാനായിട്ട് സാധിക്കും. എല്ലാ കാര്യങ്ങളിലും അത് തൻ്റെ മക്കൾക്കും കുടുംബത്തിനും അതിനുണ്ടായ എല്ലാവർക്കും അതിൻ്റെ പിന്തുടർച്ചക്കാർക്കും അത് തുടരാനായിട്ട് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ടുള്ള അനുശോചനം ദിവസം പ്രിയപ്പെട്ട ജോൺസൺ ചാനലിന്റെ ജീവിതത്തിനായിട്ട് നമ്മളോട് സ്തോത്രം ചെയ്യുന്നു. 58 വയസ്സുള്ള കാലം ഈ ലോകത്തിനകത്തോടെ ജീവിപ്പാണ് കർത്താവ് പ്രിയപ്പെട്ടദാസനെ ശക്തീകരിച്ചതോടെ നന്ദിയോട് സ്തോത്രം. കുടുംബ ജീവിതം നയിക്കുവാൻ നല്ലൊരു പിതാവായി നല്ലൊരു വലിയപ്പനായിട്ടൊക്കെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ ദൈവത്തോടുകൂടെ സന്തോഷം പങ്കിടുവാൻ കർത്താവിന്റെ കരങ്ങൾ പിടിച്ച് നടക്കുവാനൊക്കെ പ്രിയപ്പെട്ടദാസനെ കർത്താവ് ശക്തീകരിച്ചു. ഇന്ന് പ്രിയപ്പെട്ടദാസന്റെ 34ാമത്തെ
വിവാഹ വാർഷികത്തിനാണ്. ദൈവത്തിന് സ്തോത്രം. 34 വർഷം അനുഗ്രഹമായ കുടുംബജീവിതം നയിക്കുവാൻ പ്രധാനപ്പെട്ടവനെ ശക്തീകരിച്ചു. ജീവിതത്തിലെ വ്യത്യസ്തമായ അനുഭവങ്ങൾ, ഒരു നല്ല മകനായി, സഹോദരനായി, പിതാവായി, ഭർത്താവായി ഒക്കെ ജീവിതത്തിലെ പല പല റോളുകൾ ഭംഗിയായി നിർവഹിച്ചു. തൻ്റെ ദൗത്യം പൂർത്തിയാക്കി താൻ പ്രേമിച്ച കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് വാങ്ങിപ്പോകും. ദൈവത്തിന് സ്തോത്രം. പിതാവിനെ അനുഗ്രഹിക്കുന്ന ജീവിതത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ മാസമായിരുന്നു പ്രിയ ജോൺസൺ ആചാര്യ മൂത്ത മകന്റെ കുഞ്ഞിന്റെ മാമോദീസ. അത് കാണുവാൻ സന്തോഷിക്കുവാനൊക്കെ കർത്താവ് സഹായിച്ചു. പ്രിയമകൻ വിദേശത്തായിരുന്നു. കുടുംബമായി കടന്നു വരുവാൻ പിതാവിനോട് ഒരുമിച്ച് ഒരു മാസക്കാലം ചെലവഴിക്കുവാനും സന്തോഷം പകരുവാനൊക്കെ കർത്താവ് അവസരം നൽകി. അവസാന നിമിഷങ്ങളൊക്കെയും ശാരീരികമായ പ്രയാസം എന്നാൽ വലുതായിട്ടില്ല, എങ്കിലും ശാരീരികമായ പ്രയാസത്തിലൂടെ കടന്നുപോയെങ്കിലും വലിയ പ്രത്യാശയുണ്ടായിരുന്നു. ദൈവകൃപയോടെ ഇവിടെയൊക്കെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് രാവിലെ ശാരീരികമായ ചില പ്രയാസം അനുഭവപ്പെടുകയും മരണം പെട്ടെന്ന് സംഭവിക്കുകയും ചെയ്യുകയായിരുന്നു. ഇപ്പോഴേ മരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നു, എങ്കിലും നമ്മുടെ ആരുടെയും കണക്കൂട്ടലുകൾ നല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഓരോരുത്തരെയും ദൗത്യം പൂർണ്ണമാക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനിന്ന് ഇവിടെ ജീവനോടുകൂടി ഇരിക്കുന്നതിന് കാരണം എൻ്റെ ദൗത്യം പൂർണ്ണമാക്കപ്പെട്ടിട്ടില്ല. സ്തോത്രം. നിങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നതിന്റെ കാരണം നമ്മുടെ ദൗത്യം പൂർണ്ണമാക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൗത്യം പൂർണ്ണമാക്കപ്പെടുന്ന, നമ്മുടെ നിയോഗം പൂർത്തീകരിക്കുന്ന ഒരു നാൾ ഉണ്ട്. സ്തോത്രം. അത് നമുക്കറിയില്ല, തമ്പുരാൻ അറിയാം. ആ നാൾ വരുന്നതുവരെയും ജാഗ്രതയോടെ, ദൈവകൃപയോടെ, വിശ്വസ്തയോടെ ആയുസ് നൽകിയ തമ്പുരാനോട് ചേർന്ന് നിന്ന് ആയുസ് ഫലകരമാക്കി തീർക്കുവാൻ കർത്താവ് നമ്മളെ ശക്തീകരിക്കുവാനാകട്ടെ. ഓരോ ഫ്യൂണറൽ ശുശ്രൂഷയിലും മരിച്ചവർക്ക് വേണ്ടിയല്ല, മറിച്ച് ജീവനോടിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒരുപക്ഷെ നാളെ ഈ ഒരു സ്ഥിതി നമുക്ക് ഓർമ്മേക്കാം. 1-ാം ഭാഗം ശുശ്രൂഷയിൽ പ്രകാരം ഒരു പ്രാർത്ഥനയുണ്ട്. സഹോദരരെ, ഇന്ന് നാം ഭവനത്തിൽ ആയിരിക്കുന്നു. നാളെ നാം ഒരുപക്ഷെ എവിടെയായിരിക്കുമെന്ന് അറിയത്തില്ല. ഇന്ന് നാം സംസാരിക്കുന്നവരായി ഭവനത്തിലായിരിക്കുന്നു. നാളെ ഒരുപക്ഷെ ശവക്കല്ലറയിൽ മൗനതയുള്ളവരായി അല്ലെങ്കിൽ മൗനമായിരിക്കാൻ സാധ്യതയുണ്ട്. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാൻ. ആരും അപ്രകാരം ഓർക്കുവാൻ നമ്മുടെ ഏറ്റിലും. പ്രിയപ്പെട്ട ജോൺസൺ ആചാര്യൻ ഇന്നലെ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇന്നിങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഇന്നലെ ഈ സമയം ഭവനത്തിൽ സന്തോഷത്തോടെ ഇരുന്നതായ വ്യക്തി ഇന്ന് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ട ഒരു അനുഭവം. ഇന്ന് നാം ഇവിടെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. ആർക്ക് എത്ര പേർക്ക് ഉറപ്പ് കാണാൻ സാധിക്കും നാളെ ഈ സമയത്ത് ഞാൻ ഇവിടെ ജീവനോടെ കാണുമെന്ന്? നാളെ പോട്ടെ, അടുത്ത നിമിഷം ജീവനോടെ കാണുമെന്ന് എത്ര പേർക്ക് പറയാൻ കൊണ്ട് സാധിക്കുന്നു? ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ ആയുസ്സും ആരോഗ്യമെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. മരണം പോലെ സുനിശ്ചിതവും മരണസമയം പോലെ അനിശ്ചിതമായിട്ടൊന്നും മനുഷ്യ ജീവിതത്തിൽ ഇല്ല. മരണം സുനിശ്ചിതമാണ്, എന്നാൽ മരണസമയം അനിശ്ചിതമായ അനുഭവം. ഏത് സമയത്തും മരണത്തിനെ പിന്തുടരാം, അല്ലെങ്കിൽ പിടിക്കപ്പെടാം, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാം. പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ നമുക്കറിയാൻ കൊണ്ട് സാധിക്കും. നമ്മുടെ ചുറ്റുമുള്ളതായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. മനുഷ്യനൊന്നുമില്ല, വെറും ചാരമായിരിക്കുന്നതായ മനുഷ്യൻ. ദൈവത്തിന്റെ സ്വന്തം നേരത്തെയൊക്കെ പറയുമായിരുന്നു 6 അടി മണ്ണിന്റെ ഉടമായി. ഇപ്പോൾ 6 അടി പോയിട്ട് ഒന്നുമില്ല, വെറും ചാരമായിരിക്കുന്ന. പ്രത്യേകിച്ച് കൊറോണയൊക്കെ ആണെങ്കിൽ സംസ്കാര ശുശ്രൂഷയൊക്കെ ഭയങ്കര ദയനീയമായ അവസ്ഥയാണ്. ചാരമായി അല്ലെങ്കിൽ അതിന്റെ റിമേഷനെല്ലാം കഴിഞ്ഞു കൊണ്ടുവരുന്ന അനുഭവം. 6 അടിക്ക് ഉടമായി പോയിട്ട് ഒരടിക്ക് പോലും സ്വന്തമായില്ലാത്തൊരു അനുഭവം. മനുഷ്യൻ വെറും പൊടിയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം, ഈ ആയുസ് നൽകി ഉടയവനോട് ചേർന്ന് ആയുസ് ഫലകരമാക്കി തീർക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതാകുന്നു ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ നമ്മെ ആക്കിയിരിക്കുന്ന ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. നമ്മുടെ ആഗ്രഹം സഫലീകരണത്തിന് വേണ്ടിയല്ല, മറിച്ച് ദൈവം നമ്മളിവിടെ ആക്കിയിരിക്കുന്ന വ്യക്തമായ ഉദ്ദേശം, ദൈവത്തിന്റെ ചില ഉദ്ദേശം തന്നെയുണ്ട്. അത് പൂർത്തിയാക്കുവാൻ കൊണ്ടത്രേ സ്തോത്രം. ദൈവത്തോടുകൂടെ ചേർന്ന് നിന്ന് ആയുസ് ഫലകരമാക്കി തീർക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാകുന്നു. ദൈവത്തിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നു, ഒരുവന്റെ ജ്ഞാനം വസിച്ചാൽ വളരെ ഫലം കായ്ക്കും.
ദൈവത്തോടുകൂടെ ചേർന്ന് നിന്ന് ഈ ലോകം, ഈ ജീവിതം ഫലകരമാക്കി തീർക്കുവാൻ അത്രേ കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാകുന്നു മരിക്കുന്നത് ലാഭമായി തീരുവാൻ എന്ന്, അല്ലെങ്കിൽ മരിക്കുന്നത് ലാഭം എന്ന് പറയുവാനുള്ള മടിയത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും അത്രേ. സ്തോത്രം. ആർക്ക് മരണം ലാഭമായി തീരും? കർത്താവിനോടുകൂടി ജീവിക്കുകയാണെങ്കിൽ, കർത്താവിനോടുകൂടി ഓടുകയാണെങ്കിൽ ആ ദൈവ മകൾക്ക് പറയുവാനെ കൊണ്ട് സാധിക്കും മരിക്കുന്നത് ലാഭമെന്ന്. സ്തോത്രം. ഈ ലോകത്തിൽ എന്ത് നാം നേടിയാലും സ്തോത്രം അതൊന്നും കൊണ്ടുപോകത്തില്ല എന്നുള്ള വ്യക്തമായ യാഥാർത്ഥ്യം നമ്മുടെ കണ്ണിന് മുമ്പിൽ ഓരോ ദിവസവും നാം കാണുന്നു, ദൈവവചനത്തോട് നാം മനസ്സിലാക്കുന്നു. സ്തോത്രം. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി, എല്ലാ അല്ലെങ്കിൽ വലിയ സാമ്രാജ്യത്തിന് ഉടമയായ ചക്രവർത്തി മരിക്കുന്ന സമയം, അല്ലെങ്കിൽ മരിക്കുന്ന മുമ്പ് അദ്ദേഹം പറഞ്ഞു, എന്റെ ശവപ്പെട്ടിക്ക് വെളിയിലുള്ള 2 കൈകൾ ഇടാനുള്ള ദ്വാരം ഇട്ടേക്കണം, എന്റെ 2 കൈകളും പുറത്തേക്ക് ഇടണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകം അറിയണം മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഒന്നുമില്ലാത്തവനായി ഇതാ കടന്നു പോകുന്നു. അലക്സാണ്ടർ ചക്രവർത്തി ഇപ്രകാരം പറഞ്ഞു എന്നാ പറയപ്പെടുന്നത്, ഒരു മഹാസമുദ്രത്തെ നോക്കിക്കൊടുത്ത അല്ലെങ്കിൽ മഹാസമുദ്രമേ നീയും സമുദ്രമായിരുന്നെങ്കിൽ നിന്നെ ഞാൻ വെട്ടിപ്പിടിക്കുമായിരുന്നു. അപ്രകാരം ധനവും മാനവും സമ്പത്തും അല്ലെങ്കിൽ ശക്തിയുമുള്ള അലക്സാണ്ടർ ചക്രവർത്തി ഇപ്രകാരം ലോകത്തോട് വിളിച്ചു പറയുന്നത് തന്നെ മരണത്തോടുകൂടി ഒന്നുമില്ലാത്തവനായി ഞാൻ കടന്നു പോകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ഒന്നുമില്ലാത്തവനായിട്ടല്ല കടന്നു പോകുന്നത്. നാം കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രവൃത്തി നമ്മളെ അനുഗമിക്കും. സ്തോത്രം. വചനം പറയുന്നു, ഒരുവൻ ചെയ്തത് ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും പ്രാപിക്കത്തക്കവണ്ണം കൃപാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. സ്തോത്രം. അന്ത്യന്യായവിധിയിൽ കർത്താവിന്റെ വലതുഭാഗത്ത് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നുള്ള അനുഗ്രഹ വാക്ക് കേൾക്കുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. അതിനുവേണ്ടിയാകുന്നു യേശു കർത്താവ് ക്രൂശിന്മേൽ മരിച്ചത്. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകിയത്. ആരും നഷ്ടപ്പെട്ടു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശു തമ്പുരാനെ നൽകുവാൻ തക്കോണം എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. ഒരു ക്രിസ്തുവിൽ മരിച്ചാൽ അത് ഉറപ്പാണ്, അവൻ ഉയർന്നു. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവരാൽ ഒരു നാളും മരിക്കത്തില്ല. കാരണം പാപത്തിന്റെ ശക്തി അവന്റെ മേൽ നിർവീര്യമായി കഴിഞ്ഞു. എങ്ങനെ? യേശു കർത്താവിന്റെ രക്തത്താണ്. ഇനി അവൻ നിത്യതയ്ക്ക്, അല്ലെങ്കിൽ അവൾ നിത്യതയ്ക്ക് ഓഹരിക്കാരിയാണ്. മോശ പിച്ചവസ്ത്രത്തെ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ യേശു കർത്താവിനെ ക്രൂശിന്മേൽ ഉയർത്തിയിരിക്കുന്നു. ആരവനെ നോക്കിയാലും പാപത്തിന്റെ ദംശനമേറ്റ മനുഷ്യജാതികളെ നോക്കുമ്പോൾ പാപത്തിന്റെ ദംശനത്തിൽ നിന്ന് വിടുവിക്കുവാണ്ടപ്പോണം നീതിമാനായ ഒരു കർത്താവ് അവൻ ക്രൂശിന്മേൽ മരിച്ചു നമുക്ക് വേണ്ടി ജീവിക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളത് എവിടെ? അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ധൈര്യം എന്ന് പറയുന്നത്. ഈ ലോകം തീർന്നു പോകും. ഈ ലോകത്തോട് തീർന്നു പോകുന്നതല്ല മനുഷ്യന്റെ ജീവിതം, മനുഷ്യന്റെ ആയുസ്. മറിച്ച് അപ്പുറത്തായി ഒരു നിത്യതയുടെ വലിയ സന്തോഷകരമായ ഒരു അനുഭവം ദൈവത്തിന്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14 പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്നു. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്നു നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. കഥാപാത്ര വാർത്തമാണ്, ഞാൻ പോയി പോകുന്നത് സ്ഥലം ഒരുക്കാൻ. എന്തിനാ? സ്ഥലം ഒരുക്കിയിട്ട് ഞാൻ മടങ്ങി വരും. എന്തിനാ? നിങ്ങളെ ചേർക്കാൻ. എവിടെ? ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോടുകൂടെ ചേർന്ന് ഫലകരമാക്കി തീർക്കുവാൻ, ആയുസ് ഫലകരമാക്കി തീർക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ട ജോൺസൺ ആചാര്യ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുകയായിരുന്നു. പ്രിയപ്പെട്ട, എനിക്ക് 3 മാസത്തെ പരിചയമേ ഉള്ളൂ, എങ്കിലും എന്നെ അനുഭവത്തിൽ വിളിച്ചെന്ന് പറയാൻ വേണ്ടി കൂടി സാധിക്കും. നല്ലൊരു ഭക്തനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്ന നല്ലൊരു ഭക്തനായ മനുഷ്യൻ തന്റെ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം പ്രാപിക്കുവാനായി ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട മനുഷ്യൻ പറഞ്ഞല്ലോ, ഒറ്റ വിശുദ്ധ കുർബാന പോലും മുടക്കാതെ അതെല്ലാം പതിവായി കൈക്കൊണ്ടതായ ഒരു വ്യക്തി തന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള ദൗത്യവും ഉത്തരവാദിത്തം നിയമവും ഒക്കെ പൂർണ്ണമാക്കിയതിനു ശേഷം താൻ പ്രിയമിച്ച കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് പ്രഭാതത്തിൽ ചേർക്കപ്പെടുവാൻ നടപടിയായിട്ട് ഒരു ചിന്തകനെ പ്രകാരം പറഞ്ഞിട്ടുണ്ട്, മരണം എന്ന് പറയുന്നത് മരണമാകുന്ന ഇരുട്ടുമുറിയിൽ ശരീരം അല്ലെങ്കിൽ വസ്ത്രവും ഉപേക്ഷിച്ചതിനു ശേഷം ജീവിതം അതിന്റെ പ്രയാണം തുടരുകയാണ്. ജീവിതം ഉറന്നു നിൽക്കുന്നില്ല, ജീവിതം അതിന്റെ പ്രയാണം തുടരുകയാണ്. അവിടെ ഒരു അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, ചില പിന്നെയും ഉണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അതാകുന്നു നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്.
സംഘത്തിൽക്കാരൻ പറയുന്നു, നമ്മുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയാൽ 80 സംവത്സരം. അതിന്റെ പ്രധാന പ്രയാസം ദുഃഖം അത് വേഗം തിരികെയും നമ്മൾ പറന്നു പോവുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ആ സംഘത്തിൽ തന്നെ പറയുന്നു, ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കേണ്ടതിന് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മുടെ നാളുകളെ ഒന്ന് എണ്ണു നോക്കുവാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ നാളുകളെ എണ്ണുവാൻ നമുക്ക് കഴിയുമോ? ഉദാഹരണം പറഞ്ഞാൽ 70 സംവത്സരക്കാലം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര ദിവസമുണ്ടെന്ന് നമ്മൾ എണ്ണി നോക്കിയിട്ടുണ്ടോ? 70 × 365, ഏകദേശം 25,500 സംതിങ് ദിവസങ്ങൾ. ഒരുപക്ഷെ 80 സംവത്സരം ഉണ്ടെന്നിരിക്കട്ടെ, 80 വയസ്സുകാലം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര ദിവസമുണ്ട്? 80 × 365, ഏകദേശം 29,000 സംതിങ് ഡേയ്സ്. എത്ര ചുരുങ്ങിയിരിക്കുന്ന ഒരു ആയുഷ്കാലം. ഈ ആയുഷ്കാലം ഫലകരമാക്കി തീർക്കണമെങ്കിൽ ആയുസ് നൽകിയ കർത്താവിന്റെ കരങ്ങളിൽ ജീവിതം കൊടുക്കുവാൻ അപ്രകാരം ജയകരമായി ജീവിച്ച് ക്രിസ്തുവിനോടുകൂടെ ജീവിച്ച് ക്രിസ്തുവിനോടുകൂടി മരിക്കുവാൻ, അല്ലെങ്കിൽ ഈ ജീവിതം ധന്യകരമായി തീരുവാൻ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നിത്യതയോളം വഴി നടത്തുന്ന കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആകയാൽ പ്രത്യാശയില്ലാത്തവരെ പോലെയല്ല, പ്രത്യാശയുള്ളവരെ പോലെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമ്മുടെ ഓട്ടം സ്ഥിരതയോടുകൂടെ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ട ജോൺസൺ അച്ഛന്റെ ഈ വേർപാടിൽ ചാലശ്ശേരി മാർത്തോമ ഇടവകയുടെ അഗാധമായ വേദനയും അനുശോചനം അറിയുകയും കർത്താവിനുള്ള പ്രത്യാശയാൽ കുടുംബത്തെ നിറയ്ക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുവാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രണ്ടാം ഭാഗം ശുശ്രൂഷ ആരംഭിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ഞങ്ങളെ പാപമരണത്തിന് വീണ്ടെടുക്കാൻ ജലപ്രകാരം രക്ഷ നല്ലവരും മരണമില്ലാത്തവരുമായ കർത്താവേ, മരണത്താൽ മരണത്തിന്റെ ശക്തിയെ ഇല്ലാതാക്കി നിന്റെ കൃപയാൽ മനസ്സിലാദ്യങ്ങളെയും പാപമരണത്തിൽ നിന്ന് വീണ്ടെടുത്തു. നിന്റെ കരുണയാൽ പാതാളത്തിന്റെ സാക്ഷാത്കാരങ്ങളെ നീ തകർത്തു. നിന്റെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, രക്ഷയുടെ ലോകത്ത് നിന്ന് മൂലം നീ വിളിച്ചു ചേർക്കപ്പെട്ടിരിക്കുന്ന ഈ ദാസന്റെ സംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ കരുണയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങളിലും ഭാഗ്യങ്ങളുടെയും സന്തോഷങ്ങളുടെ പന്തിക്കിരിപ്പുമാണ് നിങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായവിധിക്കുകയും ഓരോരുത്തരും അവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്തുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ ചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവിനും പരിശുദ്ധരൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ഓശോ ജീവനുള്ളവരുടെ മനുഷ്യരുടെ ന്യായാധിപതിയായിരിക്കുന്ന തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്ത് നമ്മുടെ ആയുഷ്കാലം മുഴുവൻ
സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ഹോശോ നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തി ജ്ഞാനമാകുന്ന സകല സൃഷ്ടികളുടെ സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധന്മാരുടെയും ദൈവവും മണ്ണിലെതിരെ പ്രാപിച്ചിരിക്കുന്ന സാക്ഷാൽ പുനരുദ്ധാനമാകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിന്റെ സകലത്തിന് പരിശുദ്ധമായിരിക്കുന്ന നിന്റെ പരിശുദ്ധ രൂപയുടെ തിരുവിഷ്ടപ്രകാരം ഇല്ലായ്മയിൽ നിന്ന് നീ ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തി ദൈവികമായ ഭാഗ്യാവസ്ഥയെ ഞങ്ങളെ സംബന്ധിപ്പിച്ചു ദോഷങ്ങളിലേക്ക് നാശത്തിനും ക്ഷയത്തിനും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങൾ വീണ്ടെടുപ്പിനെ കരുതി പാവമൊഴിയെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെ പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ മരണത്തിന്റെ അധികാരത്തെ പുതിയ ജീവനെ ഭാഗ്യകരമായ ഞങ്ങൾക്ക് നിദാനം ചെയ്തു. കരുണകളും കൃപനിരക്കലുമായ കർത്താവേ, ഈ ചുരുങ്ങിയ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന നിന്റെ ദാസന്റെ സംസ്കാരത്തിന്റെ സമയത്ത് നിന്റെ ശുശ്രൂഷകരായ ഹൃദയത്തോടും നുറുങ്ങിയ ആത്മാവോടും കൂടി കഴിക്കുന്ന ഈ ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവേ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാതെ ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് ഇവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് ഇവൻ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ ആനന്ദങ്ങളിൽ ഇവൻ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ ഇവൻ വസിക്കുകയും നിന്റെ സന്നദ്ധിയിലെ നിന്റെ സന്തോഷത്തിൽ ഇവൻ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശ്രദ്ധപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാനാചാര്യങ്ങളോവേ കത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷ പ്രാപിക്കുകയും നിന്റെ രാജ്യത്തിന്റെ മേശയിൽ ഇവൻ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖശോഭയുടെ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കരുണവാനായ കർത്താവേ, ദൈവമേ, ഈ സമയത്ത് വിലപിച്ചു ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ചു പരിപാകതയുള്ള നടപടികളും വിശുദ്ധികളും പാതകളും നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചെറിയ ഞങ്ങളെ ദുഃഖവും നിയന്ത്രണമില്ലാത്തതുമായ സന്തോഷങ്ങളുടെ വാസ്തവങ്ങളിലേക്ക് ഞങ്ങളെ എത്തിക്കണം. കർത്താവേ, മുഖപ്രസാദത്തോടു കൂടി നിന്നെ എതിരേൽപ്പാനുമില്ലാത്ത രാജ്യത്തിൽ നിന്നോടും വിശുദ്ധന്മാരോടും കൂടെ തന്നെ ശ്രദ്ധിപ്പാൻ ഞങ്ങളെ തയ്യാറാക്കണമേ. നിനക്ക് നിന്റെ പുത്രനില്ലാത്ത പരിശുദ്ധമായ ദൈവമേ, സ്തോത്രങ്ങളെ വിശ്വസിച്ചിടുവീൻ പാപികളെ രക്ഷിതാവിൽ ആശ്വാസം ദാനം ഒഴികെ പരനില്ലെങ്കോ ഓച്ചവരെയോ ഉണർവറ്റവരെയോ മാറ്റുള്ളവരെയോ പോറ്റിക്കൊള്ളോടി അവൻ പാപികളെ തേടി നടന്നു ആടലോഴി ഞാനരവാൽ പാടി ചെവിടുകയും ഇമ്പമുള്ള തന്റെ പരിമളത്തിന്റെ ഐശ്വര്യം കൊണ്ട് ഉന്നതങ്ങളിൽ മേലുള്ളവർക്കും അകാലങ്ങളിൽ താഴെയുള്ളവർക്കും കബറുകളിൽ മരിച്ചവർക്കും വെളിവരുകയും ഇമ്പമുള്ള ധൂപവും സന്തോഷമായിരിക്കുന്ന കർത്താവേ, നിന്നെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നതിന്റെ അടിയാറായ ഞങ്ങൾക്ക് ഉയർത്തലിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത്വം പുതുക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വർത്തമാനത്ത് മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്ക് നിന്റെ പിതാവിനും വൈഷ്ണവായിട്ടും സ്തോത്രം കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ. ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം. കുഞ്ഞാട്ടിനുടയ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ
അലക്കി വെളുപ്പിക്കാം നിന്നിൽ ഇഷ്ടം പോൽ മണ്ണാലെങ്ങനെ നീ മറഞ്ഞു നിന്നാലെങ്കി ചെയ്യറിയാ പാപം ചെയ്തതിനാലെങ്ങനെ നരകത്തിൽ കൈവെടിയരുതേ നീ കരുണാവാരിധിയേ ഭയങ്കരമാം പോക്കിൽ ഭ്രമമേറുന്നിടത്തിൽ ശ്രീവായുധങ്ങൾക്ക് തുണയായി നിൽക്കണമേ തന്നെ താഴ്പ്പിച്ച ബലിയാൽ തീർന്നോനേ നിന്നുടെ വിരത്തിൽ കഴുകണമേ നീ ഉന്നതമണവാളൻ ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടും മഹത്വം നാഥനോ ബഹുമതിനാഥനും വന്ദനവും സ്തുതിയും വിശുദ്ധരുമായും ദൈവമായ കർത്താവേ വാങ്ങിപ്പോയിരിക്കുന്ന ദാസനെ യാത്രയ്ക്ക് സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ദാസനെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി പ്രിയദാസന്റെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഇവനും അവകാശിയാകുമെന്നുള്ള പ്രത്യാശയിന്മേ ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വാനത്തിൽ പ്രവേശിച്ച് ലോകാരംഭത്തിന് മുൻപേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുവിൻ എന്നുള്ള സന്തോഷത്തെ കേൾപ്പാൻ നിങ്ങൾ എല്ലാവരെയും യോഗ്യതയുള്ളവരായി തീർക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. ഇകത്തിലും പാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥാ. ഞങ്ങളുണ്ടായിരിക്കുന്നിപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാൻ ജീവിതത്തിൽ ഓരോരുത്തർ ചെയ്തിട്ടുള്ള പ്രവൃത്തിക്കും തക്കവണ്ണം എല്ലാവരും പ്രതിഫലം നൽകുന്നവൻ കർത്താവേ. നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. താതനാകും ദൈവത്തിനോ മഹത്വവും തൻ സുതനും പരിശുദ്ധരൂഹായ്ക്കും സ്തുതിയും എന്നേക്കും. ആമേൻ. ഉന്നതങ്ങളിൽ നിന്നിറങ്ങി വന്ന മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ സ്തുതി. മരണദിവസം നിന്റെ പരിശുദ്ധരൂഹായ സ്തുതിപ്പാൻ തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർന്ന പ്രകാശമുള്ള കണ്ണുകൾ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുരിയായിസോൻ എന്ന് ചൊല്ലണം. കുരിയായിസോൻ, കുരിയായിസോൻ, കുരിയായിസോൻ. ദേവാലയത്തെക്കുറിച്ചുള്ള 2ാം ഭാഗം ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്ന് ഭൗതിക ശരീരം സന്ധിയിലേക്ക് 1ാം ഭാഗം ശുശ്രൂഷയ്ക്കായി കൊണ്ടുപോകും.
ഓഫായിടാ ഇത് ഓഫായി അത് കുഴപ്പമില്ല ഓഫാക്കിയോ അവിടെ എത്തി അവരോട് നിനക്കും താപനോ വിശുദ്ധ എന്നേക്കും സ്തോത്രം. ആമേൻ ആമേൻ. എന്തു നീ കാഴ്ച അറിവുക്കാൻ സോദരരെ എന്തിങ്ങനെ ജനിച്ചിരുന്നു മാനിച്ചവനെ മണ്ണിലെ കൈക്കുന്നു സ്നേഹിച്ചവനെ ശോകത്തോടക്കുന്നു സ്നേഹിത ബന്ധുക്കളെല്ലാമാകെ മുറിയുന്നു കൂഴിക്കോ മുഴുവിനോ ഇരയാവാനയക്കുന്നു യേശുവേ നിന്നാഗമനം ദാഹത്തോടെ കാത്തിരിക്കുന്നു ഞങ്ങൾ ലോകത്തിൽ ഞങ്ങളെ ദോഷമേന്യെ കാത്ത് ചാർജ് വേണ്ട സന്തോഷമോഷവോ എന്നേക്കോ ഞങ്ങളുടെ തിരുമുമ്പിൽ ആനന്ദേ ഹല്ലേലൂയ പാട സ്തുതിക്കുവാൻ കൃപയരുക
നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അരുളി ചെയ്തവനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തുമെന്നുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിലില്ലാത്ത ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിൽ നിന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോട് നെടുവീർപ്പോടും എന്റെ ദേഹിയോട് പ്രകാരം ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നത് എന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. ജ്ഞാനികൾ ഞങ്ങൾ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവീക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോട് കൂടെ നീ വന്ന മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോവുകയാകുന്നു എന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുവാടിപ്പോകുന്നു എന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ കേൾപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിന്റെയും ഉടയവനായ ദൈവത്തിന് സ്തുതി എന്നും ഉച്ചത്തിൽ നാം പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് എടുക്കാം. പിതാവായ സർവശക്തനായ ആകാശത്തെയും ഭൂമിയെയും കാഴ്ചയും കാണാത്തതുമായ സത്യനിഷ്ഠാവായ സത്യവചനങ്ങളെ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവും മോചനത്തിനുള്ള മാമോദീസ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായേ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സഹദാനങ്ങളും ബലഹീന ഞങ്ങൾ മേലും ബലഹീനയുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശം ഭൂമി
ശിഷ്യ കർത്താവിനാ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ ശുശ്രൂഷകളെ നിങ്ങളെ സംബന്ധിച്ച് എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ചാലിശ്ശേരിയുടെ അഗാധമായ അനുശോചനം ഈ സമയത്ത് അറിയിക്കാവുന്നു. ബഹുമാനപ്പെട്ട അജി വർഗീസ് അച്ഛൻ കരിമ്പായുടെ ഇപ്പോൾ കരിമ്പയുടെ ശുശ്രൂഷ ചെയ്യുന്നു. മുൻ വികാരിയായിരുന്നു. ചാലിശ്ശേരി ഇടവകയുടെ മുൻ വികാരിയായി ശുശ്രൂഷ ചെയ്ത ബഹുമാനപ്പെട്ട അജി വർഗീസ് അച്ഛൻ വിളിക്കുകയും പ്രിയ കുടുംബത്തോടുള്ള അനുശോചനം അറിയിക്കുകയും ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അച്ഛൻ ഇന്ന് വരാനിരുന്നതായിരുന്നു. ചില പ്രയാസങ്ങൾ കാരണം വരുവാൻ സാധിച്ചില്ല. അച്ഛൻ്റെ പേരിലുള്ള അനുശോചനം ഈ സമയത്ത് കുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കുകയാകുന്നു. മുൻ വികാരിയായിരിക്കുന്ന ഗീവർഗീസ് അച്ഛൻ ബഹുമാനപ്പെട്ട ഗീവർഗീസ് അച്ഛൻ ഇപ്പോൾ നിലമ്പൂർ എടക്കര പള്ളിയിൽ എടക്കര മാർത്തമ പള്ളി വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗീവർഗീസ് അച്ഛനും അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഈ അച്ഛൻ്റെ അനുശോചനം ഈ കുടുംബത്തിന് അറിയിക്കുകയാകുന്നു. കർത്താവ് ഈ കുടുംബത്തെ തൻ്റെ സകല ബുദ്ധിയൊക്കെ ദൈവിക സമാധാനത്താൽ ആശ്വസിപ്പിക്കുകയും തുടർന്നുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നല്ല പിതാവായി കൂടെ സഹായിക്കാൻ വരുന്നപ്പോൾ ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശം നമ്മുടെ പ്രാർത്ഥനയിൽ ഈ കുടുംബത്തെ ഓർക്കണമെന്ന് അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ച് എല്ലാവരുള്ള നന്ദി ഈ സമയത്ത് ഇവിടെ നാം അറിയിക്കുകയും ചെയ്യും. താങ്ക് യു.